വ്ലോഗില് 2 ഫാമിലി ആയിട്ടുള്ള ഇഫ്താറാണുള്ളത്. എത്രാമത്തെ രണ്ടാമത്തെ അവിടെ മൈ കസിൻസ്. അസ്സലാമലൈക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ കല്യാണത്തിന് പോവാന്ന്, പക്ഷെ അല്ല, കഫേന്റെ ഇഫ്താറിന് പോവാണ്. പക്ഷെ ഇതിന്റെ ഷൂട്ട് ഉള്ളതുകൊണ്ടാണ് ഈ അണിഞ്ഞൊരുക്കം. അപ്പൊ ഇതാണ് ഇന്നത്തെ കോസ്റ്റ്യൂം. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഈ വ്ലോഗില് 2 ഫാമിലി ആയിട്ടുള്ള ഇഫ്താറാണുള്ളത്. ഒന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇംഗ്ലീഷ് കഫേ ഫാമിലി, മറ്റേത് ദ റിയൽ ഇന്ത്യ ഫാമിലി. അപ്പൊ എല്ലാരെയും പരിചയപ്പെടുത്തി തരാം. കൂടെ ഇംഗ്ലീഷ് കഫേത്തെ ഇഫ്താറിന്റെയും ഷൂട്ടിന്റെയും വിശേഷങ്ങളും കാണിച്ചു തരാം. നമ്മളെത്തി, അൽഹംദുലില്ലാ ഖൈർ. ഒരു നോമ്പ് തുറക്കുന്നതിന്റെ മുന്നേ എത്തി. അനിയത്തി ആയോണ്ട് പറയല്ലേ, നല്ല ഈമാനുള്ള മുഖം. ആൾക്കാർ വിചാരിക്കും ഞാനെന്തിനാ എന്നെ വാലാട്ടിയായിട്ട് എപ്പോഴും കൊണ്ടുപോകണമെന്ന്. സ്നേഹം കൊണ്ടൊന്നല്ല, വീഡിയോ എടുത്തു കൊടുക്കാനാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോ ആകെ മൊത്തം നിശബ്ദത. ഞാനും വിചാരിച്ചു അങ്ങനെ വരാൻ വയ്യില്ലല്ലോ എന്ന്. പിന്നെ മനസ്സിലായി ഷൂട്ടൊക്കെ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. പക്ഷെ ഈദിന്റെ ഷൂട്ടല്ലോ കേട്ടോ. ഈദിന്റെ ഷൂട്ടിന് തുടങ്ങണമെങ്കിൽ ഫറു വരണം, ഹരി വരണം, ഷിബിൽ ബ്രോ വരണം. നിർഭാഗ്യവശാൽ നമ്മളായി പോയി ആദ്യം എത്തിയത്. നേരത്തെ വന്നാൽ ഇതാ പ്രശ്നം. നേരത്തെ വന്നാൽ നമ്മൾ പോസ്റ്റ് ആവും, അല്ലെങ്കിലോ ചീത്ത കേൾക്കേണ്ടി വരും. ചീത്ത അറിയാറില്ല, എന്നാലും നമ്മൾ എന്തിനാ ഇല്ല താഴോട്ടേക്ക് ഇറങ്ങുന്നത് പഠിക്കാൻ. നമ്മള് പോസ്റ്റ് ആയ സ്ഥിതിക്ക് നമ്മള് ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ നമ്മള് വീണ്ടും കാറിൽ പോയി ഇരുന്ന് പഠിക്കാന്ന് വിചാരിച്ചു. ഓൾക്ക് മറ്റന്നാള് +1 മെയിൻ എക്സാമുമാണ്. എനിക്ക് നാളെ രാവിലെ ഇന്റർണൽ എക്സാമുമാണ്. പരിപാടി എല്ലാം കഴിച്ച് വീട്ടിലെത്തിയിട്ട് പഠിക്കാനുള്ള ടൈം കിട്ടുന്നത് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഗ്യാപ്പ് കിട്ടിയാലെന്ന് വെച്ച് ഞങ്ങൾ നോട്ട്സ് ഒക്കെ ആയിട്ടാണ് വന്നത്. എന്നാലും പഠിക്കാനുള്ള അവസരം ശരിക്കും കിട്ടും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല. കാറിൽ ഇരുന്നാ ബന്ധുരുകും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കാറിലൊക്കെ ഇരുന്നിട്ട് പ്രിന്റ് ചെയ്താ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ കാറിലൊക്കെ വന്നിരുന്ന് എന്തിനാ അപ്പൊ പഠിക്കുന്നത്, മുകളിൽ തന്നെ AC അങ്ങ് ഇരുന്നാ പോരെന്ന്. പക്ഷെ നമ്മള് ഓരോ മുന്നേ പഠിക്കുന്ന മോശമല്ലേ? അതെ, ഒരു വിചാരിക്കും ഒരു പരിപാടിക്ക് എന്ത് ഷോ എന്ത് പഠിക്കണമെന്ന് വിചാരിച്ച് അല്ല അങ്ങനെ പറയും. അപ്പൊ വെറുതെ എന്തിനാ നമ്മളായിട്ട് അതിനൊരു വക ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങള് സൈലന്റ് ആയി ഇവിടെ വന്നിരുന്നങ്ങായിട്ട് ഞങ്ങൾ പഠിക്കുക. പക്ഷേ ഏറ്റില്ല ഗൈസ്. കുറച്ചൊക്കെ നോക്കി, പിന്നെ എത്രാന്ന് വെച്ചാൽ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്ത് AC-ലിരുന്ന് കയറ്റി പഠിക്കുക. അവസാനം ആരും മക്കറാക്കിയാലും വേണ്ടില്ല, ഓഫീസിൽ തന്നെ പോയി ഇരുന്നങ്ങ് പഠിക്കാന്ന് വിചാരിച്ചു. അല്ല, ഞാൻ വന്നു പോയതാ സത്യം. ഞങ്ങള് കാറിൽ ഇവിടെ വന്നപ്പോ ട്രാൻസ്ലേഷൻ വീഡിയോ എടുക്കുകയാണ്. അപ്പൊ പിന്നെ ഞാൻ താഴെ പോയി കാറിൽ ഇരുന്ന് വല്ലായി അക്ഷനെ വെച്ചാൽ മതി ഗൈസ്. ഞാൻ എത്ര സത്യം പറഞ്ഞാലും നേരത്തെ എത്തിയത് സത്യം പറഞ്ഞാൽ പോലെ ഇന്നെ ആരും വിശ്വസിക്കില്ല. ഹായ് വൈഷ്ണവി. ഹായ്. അങ്ങനെ ആളെഞ്ഞൊരു മൂല കിട്ടി ഗൈസ്. ഞാനിങ്ങനെ ആലോചിക്കുക, ഇന്നലെ ഒരു ഫുൾ ദിവസം കിട്ടിയിട്ടും വെറുതെ ഇരുന്നു, ഒരക്ഷരം പഠിച്ചില്ല. ഇന്നാണെങ്കിൽ തീരെ സമയമില്ല, എന്നാലാണെങ്കിലും ഒടുക്കത്തെ ചൂട് പഠിക്കാൻ. അതിന്റെ സൈക്കോളജി എന്താണെന്ന് ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ, ലാസ്റ്റ് മൊമെന്റ് ഇങ്ങോട്ട് കുത്തി പറഞ്ഞാൽ എന്റെ തലയിലേക്ക് 2 അക്ഷരം കയറുള്ളൂ. അതുവരെ എത്ര സമയം ഉണ്ടെങ്കിലും എത്ര വായിച്ചാലും തലയിൽ കയറില്ല. മടുക്കണില്ലേ? പിന്നെ എല്ലാവരും വന്ന് ഷൂട്ടിന് ടൈമായി, എന്തോ ഡാൻസ് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് സാർ എന്നെ കൂട്ടിക്കൊണ്ടുവന്നു. ലോക്കൽ സ്ക്രിപ്റ്റോ എനിക്കല്ലേ പറ്റൂ, ഞാൻ പ്രോ അല്ലേ. പഠിച്ചോനെ ഇതാര് എന്താ വെളിച്ചടിയുന്നുണ്ടല്ലോ, അടിച്ച് കയറ്റുന്നുണ്ട്. എന്നാ ശരി, ഞങ്ങൾ ഡാൻസ് പഠിക്കട്ടെ കേട്ടോ. അവസരം കിട്ടാൻ നിൽക്കൂല നമ്മള്, തക്കം നോക്കി നിൽക്കാറില്ല, സിറ്റുവേഷൻ കിട്ടാൻ വേണ്ടി നിൽക്കാറില്ല. അതിപ്പോ എങ്ങനെ സ്റ്റെപ്പ് ഇടും? ഇതൊക്കെ വ്ളോഗില് വരുന്നുണ്ടോ? എന്ത് വേണമെങ്കിൽ ഷൂട്ട് ഞാൻ എന്തിനും നിന്നേരും. ഞാൻ എന്തായാലും ഇതൊന്നും വ്ളോഗായി വരില്ല, എനിക്ക് ഉറപ്പാണ്. എന്റെ കല്യാണം കഴിഞ്ഞ 4 മാസം ഇതുവരെ എന്റെ വീഡിയോ വന്നിട്ടില്ല. അതായത് വ്ളോഗ് ധൈര്യമായിട്ട് ആർക്കും നിൽക്കാം, കാരണം ഇത് പബ്ലിഷ് ആവില്ല, എല്ലാവർക്കും അറിയുന്ന. എനിക്ക് ഏറ്റവും ചടപ്പുള്ള 2 പരിപാടിയാണ്. ഒന്ന് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. ഡാൻസ് കളിക്കാനാവൂല, അറിയൂല എന്ന് പറഞ്ഞാലും ഷിബിൽ സാർ ഒരു ഡയലോഗും കൊണ്ടുവരും. സ്ക്രിപ്റ്റ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ആർട്ടിസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഗതികേടുകൊണ്ട് ചെയ്തു പോകുന്നു. ഇംഗ്ലീഷ് കഫേയിലെ വീഡിയോ പ്രസന്റ് എനിക്ക് മനസ്സിലായി. ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എന്റെ ബോഡി പോണില്ല എന്നാണോ?
ഇവിടെ വന്നപ്പോ തന്നെ 25 വയസ്സുണ്ടായിരിക്കും. ഇപ്പൊ ഏകദേശം 35 കൊല്ലായി. ഞാൻ ഇവിടെ വന്നതിക്ക് 21, 22. ഇന്നത്തെ 25 വയസ്സ്. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് പോയാടുന്ന് കുട്ടി അല്ലെങ്കിലും ഡാൻസ് കളിക്കാൻ അറിയില്ല, മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, എന്നിട്ട് വേണം ഈ ഇഫ്താർ അറ്റൻഡ് ചെയ്യാൻ വന്ന് എല്ലാരും മുന്നിൽ നിന്നും ഡാൻസ് കളിക്കാൻ. അമ്മ അഭിഷേകത്ത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാനും വൈഷ്ണവും ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. മര്യാദക്ക് ചിരി പോലും വരുന്നില്ലേനും. ലാസ്റ്റ് 101 ടേക്ക് ആയപ്പോ ഷിബിൽ ബ്രോ തന്നെ താനേ പറഞ്ഞ എല്ലാരും ഒന്ന് പുറത്തേക്കൊള്ളി. അങ്ങനെ എങ്ങനെയല്ലോ തട്ടിമുട്ടി കംപ്ലീറ്റ് ആക്കി. ഇനി കമന്റ് ബോക്സിൽ പോയി ഐസത്ത എന്ത് തേങ്ങായി കളിക്കുന്നതെന്ന് ആരും പറയാൻ നിൽക്കണ്ട. എനിക്കെന്നെ നല്ല ബോധമുണ്ട് എൻ്റെ ഡാൻസിൽ. അത് കഴിഞ്ഞ് ഇവിടെ മെഹന്തി കോമ്പറ്റീഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിവ് കൂടുതലായതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് മാറിക്കൊടുത്ത്. അല്ലാതെ അറിയാത്തോണ്ടല്ല കേട്ടോ. ഫസ്റ്റ് ശരി കൊണ്ടുപോയി കഴിഞ്ഞ പ്രാവശ്യം മണ്ട ഞാനാണ് വീണ്ടും ബാക്ക് ടു ഷൂട്ട്. ഞങ്ങൾ ഈദിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. പക്ഷെ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് സാധാ ഒരു വിഷു വീഡിയോയിൽ തന്നെ എത്തും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഷൂട്ട് കഴിഞ്ഞത്. പക്ഷെ കഴിഞ്ഞില്ല. ജിത്തനോട് സക്സസ്ഫുള്ളി റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഇതേപോലെ ചില സമയത്ത് എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുമ്പോ ഉണ്ടാകും എഡാ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, എഡാ മൈക്കോ ഫൈനും, അങ്ങനെ ഒരു ചോറ. കൂടാതെ എന്റെ വക ഒരു 101 ടേക്കും ഉണ്ടാവും. ഷൂട്ട് കഴിഞ്ഞ് നമുക്ക് നേരെ പോയി എന്തെങ്കിലുമൊക്കെ തിന്നാം. സമയമായോ? നല്ല സ്മെല്ല്. മീറ്റ് നീലക്കുയിൽ ടീം ഓഫ് ഇംഗ്ലീഷ് കഫേ, ഹരിഷാബ് ആൻഡ് ഷിബിൽ മുഹമ്മദ്. ഞങ്ങളെല്ലാവരും മണ്ടത്തരങ്ങൾ കാണണമെങ്കിൽ നേരെ ഇവരുടെ ചാനലിൽ പോയിക്കാൻ മതി. എല്ലാ സാധനങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടാളും ക്യാമറയും പിടിച്ച് വരുമ്പോൾ വായം പൊത്തി നിൽക്കുന്നതാ സേഫ്. നമ്മള് ഷൂട്ടിലായതുകൊണ്ട് ഇഫ്താറിന്റെ ഒരുക്കങ്ങളും ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതും അതിലൊന്നും ഹെൽപ്പ് ചെയ്യാനും കഴിഞ്ഞില്ല. നമുക്ക് വീഡിയോ എടുക്കാനും കഴിഞ്ഞില്ല. ബാങ്ക് കൊടുക്കാനായിട്ടും ഷിബിൽ ബ്രോന്റെ അതാ അങ്ങനെ പറയാനുള്ളേ. വൈഷ്ണവിനെ ആദ്യം തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ തീറ്റിന് തിരക്കിലായി പോയി വീഡിയോന്റെ കാര്യം അങ്ങ് മറന്നു. അങ്ങനെ വൈഷ്ണവിന്റെ ഫസ്റ്റ് റമദാൻ കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. അന്റെ എത്രാമത്തെ ഇഫ്താറാ? കഫേലെ ഇഫ്താറ് 3 ആയിട്ടില്ലേ? എന്റെ രണ്ടാമത്താണ് മൂന്നാമത്തെ ഇഫ്താറാണ്. ഏതോ വലിയ ബാക്കി 2 കഴിഞ്ഞ വർഷം ഈ വർഷം ഇതേ സെറ്റപ്പ്. ഇന്നൊന്ന് തട്ടം ചുറ്റി കാണണം എന്നുള്ളൊരു കണ്ടോളിട്ടോ. പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോയപ്പോഴും ചിലവരെ തീറ്റൊന്നും കഴിഞ്ഞില്ല കേട്ടോ. എപ്പങ്ങനെ ഇരിക്കാൻ തുടങ്ങിയ ഒരു തിന്ന് കഴിഞ്ഞായിട്ട് എത്രാമത്തെ? രണ്ടാമത്തെ അവിടെ മൂലയില് വന്നു കഴിഞ്ഞ് തിന്നുന്ന് കഴിച്ചതിന്റെ വീഡിയോ എന്റെ ഉണ്ട്. മേയുള്ള ലോകമേ. പിന്നെ അവസാന സെക്ഷൻ ദ ഫോട്ടോഷൂട്ട്. ഇതില്ലാത്തൊരു പരിപാടിയുമില്ല. ഇതിപ്പോ എന്തിന്റെ ഉത്സാഹം എന്ന് പഠിച്ചോനറിയാം. കൺക്ലൂഷൻ വ്ലോഗ് ഇറങ്ങും സുഹൃത്തുക്കളെ. ഇവരെല്ലാരും മുച്ചിക്കുന്നുണ്ട് ഈ വ്ലോഗ് ഇറങ്ങൂല. പക്ഷെ അതുകൊണ്ട് നമ്മള് എത്രയും പെട്ടെന്ന് ഇറക്കും അല്ലേ എഡിറ്റർ? എഡിറ്ററൊന്നല്ല ആക്കാലോ. അപ്പൊ ഗൈസ് നമ്മളെ ഇഫ്താർ ഇവിടെ കഴിഞ്ഞു. അങ്ങനെ ഇഫ്താറൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ കൂടെ വന്ന ക്യാമറാമാനോ എന്നെ കൂലി വേണമെന്ന് പറഞ്ഞു. അപ്പൊ കൂലിക്ക് പകരം ഇന്ന് തീറ്റയിൽ ഒതുക്കാതെ വിചാരിച്ച് ഓൾക്ക് എന്തെങ്കിലും ഡിസേർട്ട് ഐറ്റംസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ സൈനിലെ ബന്നിൽ പോയി. ഗൈസ് അപ്പൊ ഇഫ്താർ കഴിഞ്ഞ് കുറച്ചും കൂടി സ്ഥലം ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടി ഫില്ലാക്കിയിട്ട് നമുക്ക് പുരേ പോകാന്ന് വിചാരിച്ചു. ഇതിലെന്താ ചോക്കോസോ ഇങ്ങനെയാണിത് പറഞ്ഞേ. ഞാൻ നല്ല ചോക്ലേറ്റ് ഉള്ള സാധനം പറഞ്ഞുള്ളൂ.
നല്ല ചോക്ലേറ്റ് എന്ന് ഉദ്ദേശിച്ച ചോക്കോസ് ആണോ? ബിസ്മില്ല പറഞ്ഞേ. ഈ ചോക്കോസ് പോലെ എടുത്ത് ഒഴിവാക്കാൻ പറ. തിന്ന് ചോക്കോസ് അടിയിലത്തെ ചോക്ലേറ്റ് ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് ഉണ്ട്. വേറെ ഒരു ഐറ്റം ഉണ്ട്, ഹേസൽനട്ടിന്റെ ഞാൻ ആദ്യം ട്രൈ ചെയ്ത്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അടിച്ചു കയറ്റിയ ഷുഗറിന്റെ മസ്ത് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു മോരിസോട് കുടിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ റംലാന്റെ സീസണിൽ ഇതും ഒരു ട്രെൻഡിങ് ആയില്ലേ, ഉപ്പിലിട്ടതും കുലുക്കിയൊക്കെ ആയിട്ട് ഓരോ സ്റ്റോളുകള്. അപ്പൊ ഇതും കുടിച്ച് ഇനി നേരെ വീട്ടിലേക്ക്. അതോടുകൂടി നമ്മളെ ഇന്നത്തെ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. നല്ലതാ പറയുള്ളൂ. ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞ സലാം അടുക്കണ്ടേ, കേൾക്കുന്നല്ലേ നിങ്ങള്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഫാമിലി, ദ റിയൽ ഫാമിലി ഇഫ്താർ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഈ മലകളും കാടുകളൊക്കെ താണ്ടി വേണം പോവാൻ. ഗവൺമെന്റ് ഈ റോഡ് ഹൈവേ ആക്കെന്ന് പറഞ്ഞ കൊല്ലം കുറേ, പക്ഷെ ഒന്നും കാണാനില്ല. രണ്ടെല്ലാം കഴിയുമ്പോൾ എന്നെങ്കിലും ആവഹിക്കും. ഞങ്ങൾക്ക് ഏതായാലും ഫ്രീ റോളർ കോസ്റ്റർ റൈഡ് അവിടെ, ഛർദിക്കാതെ ഒന്നാതെന്റെ ഭാഗ്യം. പോകേണ്ട ആവശ്യമല്ല ഗൈസ്, ഈ റോഡുമ്പോ കൂടി സ്പീഡിലൊന്ന് പോയാ മതി. പാവന്റെ മോള് ഇന്നും പഠിക്കുക കാണിച്ചെടുക്കേ, അല്ലെങ്കിൽ ഫോണിൽ കളിക്കാൻ ആൾക്കാര്. പഠിക്കൊന്നുമില്ല, ബുക്കൊന്നും വായിക്കൂല, എന്താ യൂട്യൂബിൽ ക്ലാസ് കാണുന്നുണ്ട്. സുഖാണല്ലോ യൂട്യൂബിൽ ക്ലാസ് കേൾക്കാന്ന് പറഞ്ഞിട്ട് വേറെയും പരിപാടി എടുക്കല്ലോ അല്ലേ? എന്റെ അമ്മ വല്ലതും അറിയുന്നുണ്ടോ സജിമോളെ? ഞങ്ങളെ വെൽക്കം ബാക്ക് ടു അവർ സെക്ഷൻ ഗൈസ്. ഇതാണ് ഞങ്ങളെ അമ്മച്ചി. അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇന്നലെ കഫേന്റെ ഇഫ്താറും ഇന്ന് എക്സാമും ഒക്കെ കൂടെയായി തീരെ ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ കണ്ണിൽ ആ ഉറക്കം നല്ലോണം ഉണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് ഈ കിടന്നുറങ്ങിക്കോന്നും പറഞ്ഞിട്ടാണ് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കിടന്നുറങ്ങിയിട്ട് ഇന്നേം വലിച്ച് എന്റെ ഉമ്മ പോകുന്നത്. പിന്നെ ഇന്ന് കസിന്റെ മോന്റെ ബർത്ത്ഡേ കൂടിയാണ്, അതുകൊണ്ട് എന്തേലും ഒരു ഗിഫ്റ്റ് വാങ്ങിട്ട് പോവാന്ന് വിചാരിച്ചു. ഈ പട്ടിക്കാട്ടിലാണെങ്കിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പ് പോലും കാണാനില്ല. ലാസ്റ്റ് ഒരു തോക്ക് കിട്ടി, അത് ചെക്കൻ ഇഷ്ടമാണെന്നുള്ള വിശ്വാസത്തിൽ അതും എടുത്തങ്ങ് പോയി. ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരു വൈറലായ ഷോർട്സിൽ എന്റെ ട്വിൻ ആണെന്ന് ചോദിച്ച് ആൾക്കാർ തെറ്റിദ്ധരിച്ച സന്താനാണിത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ടില്ല. പിന്നെ ഇവിടെ എത്തി ബെഡ് കണ്ടപ്പോ ഞാനങ്ങ് ഉറങ്ങി. പിന്നെ എണീറ്റപ്പോ എല്ലാം സെറ്റാക്കി നോമ്പ് തുറക്കാൻ നേരത്തെ ഞാൻ എണീക്കുന്നത്. അൽഹംദുലില്ലാ ഹൈർ. ബാങ്ക് കൊടുക്കണ സമയം നോക്കി എണ്ണിരിക്കേണ്ടി വന്നില്ല. ഏതായാലും എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ഇന്നത്തെ നോമ്പും തുറന്നു. കല്യാണത്തിന് സപ്ലൈ നിൽക്കുന്നത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ നൈസായിട്ട് ഒരു ചിക്കൻ പൊരിച്ച് എടുത്തോണ്ട് വരാൻ പറയില്ലേ, അതേ ഐഡിയ ഞാൻ ഇവിടെയും പറ്റി. അതുമ്പോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഓക്ക് കിട്ടാത്തോണ്ട് സ്വകാര്യമായിട്ട് കൊണ്ടു കൊടുത്തു, ഒളിപ്പിച്ച് വെച്ച് തിന്നു. അത് നിങ്ങൾക്ക് ഓളോട് മാത്രമേ സ്നേഹമുള്ളൂ? ഞാൻ ആദ്യം ഉണ്ടായോ? അങ്ങനെ കൂടി ഞാൻ ആദ്യം. അതുകൊണ്ട് ഇങ്ങനെ രണ്ടാക്കും ആദ്യം കിട്ടി. ഇതൊക്കെ ഇന്നേ മോളെ പോറ്റിയ കഥകളാണ് കേട്ടോ ഈ പറയുന്നത്. ഗൈസ്, മീറ്റ് മൈ ടു അമ്മായിസ്. ഇപ്പോഴും മൂത്ത് നരച്ചിട്ടും ഹൈറ്റിന് കച്ചറ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതന്നെ മിലു മക്കളെ സോപ്പിട്ട് ഇങ്ങനെ തിന്നാൻ. മിലിയോ മക്കളെ സോപ്പിട്ട് തിന്നാനുള്ള പ്ലാനാ? സത്യം പറഞ്ഞാൽ കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഫാമിലിയിൽ ഒരു പരിപാടിക്ക് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക തരം എനർജി ആണ്. പിന്നെ അമ്മായിമാരും എല്ലാരും ഉണ്ടാവുമ്പോൾ നമ്മളെ ചെറുപ്പകാലത്ത് പോറ്റിയ കഥകളും നമ്മളെ നൂറ്റുന്ന മണ്ടത്തരങ്ങളും ഒക്കെ പറഞ്ഞ് ചിരിക്കാൻ അതൊരു പ്രത്യേക രസമാണ്. മക്കൊക്കെ പ്രാന്ത അവിടെയുള്ള മക്കൊക്കെ ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് കാക്കൂരാണ് സ്വദേശം. ഒരു കീടാണ് യാത്രയായ സുഹൃത്തുക്കളെ. ബൈ. ഇന്നറിയാണ്ട് കേട്ടുപോയൊരു പാട്ടുണ്ട്, പിന്നെ വായിൽ വരുന്നത് മൊത്തം അതാ. അപ്പൊ ഈ ചെക്കന്റെ ബർത്ത്ഡേ ആണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഈ മൂഡിലെങ്ങാനും മോനക്ക് പോയി ഗിഫ്റ്റ് എടുത്താൽ വലിച്ചെറിയാൻ മതി. കേക്ക് കണ്ടപ്പോ ആളെ എക്സ്പ്രഷൻ സ്വിച്ച് ഇട്ട പോലെ മാറി നോക്കിയാ. പക്ഷെ ഈ മൂഡിന് അധിക കാലാവധി ഇല്ലായിരുന്നു. വീണ്ടും സ്വിച്ചിട്ട് എന്റെ അനിയത്തി ആ ഗ്യാപ്പിൽ പോയി ഗണ്ണങ്ങ് എടുത്തെടുത്ത്. ഞാൻ വിചാരിച്ച ചെക്കൻ പൊട്ടിച്ചെന്ന്, പക്ഷെ ഞാനങ്ങത് ഏറ്റെടുത്തു. എങ്ങനെ
ഗൈസ് മീറ്റ് മൈ കസിൻസ്. ഗൈസ് ഇതിന്റെ ഒറിജിനൽ പാതിന്റെ വേറെ പാവ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കളിക്കുമ്പോ ഒരാൾ ഇവിടെ പഠിക്കും. ഷോടാ എന്റെ മോള് പഠിക്കാ നോക്കട്ടെ. ഇത് പ്രൂഫിന് വേണ്ടിട്ടാ, ഇനി പഠിക്കാനാണോന്ന് അറിയാന്. ആ സ്നേഹമുള്ള. അപ്പൊ നമ്മളെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചു ഗൈസ്. അപ്പൊ ടാറ്റാ ബൈ ബൈ സീ യു. അപ്പൊ അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും ഗാനം കാണാം ഇൻഷാല്ലാ.